അമേരിക്കൻ രാഷ്ട്രീയത്തിലും ലോകം മുഴുവൻ സമൂഹ മാധ്യമങ്ങളിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു പുതിയ ചർച്ചയ്ക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതി രാഷ്ട്രീയ പ്രസ്താവനകളോ പ്രസംഗങ്ങളോ അല്ല, മറിച്ച് ട്രംപ് മരിച്ചു എന്നൊരു വൈറൽ ഹാഷ്ടാഗാണ് ഈ സംവാദങ്ങൾക്ക് വഴി തുറന്നത്. ഇത് വെറും ഒരു ഓൺലൈൻ തമാശയായിരുന്നില്ല, മറിച്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ എങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ വിവാദമായി മാറുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണ്. എല്ലാം ആരംഭിക്കുന്നത് എക്സ് എന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലാണ്. ഒരു പ്രത്യേക ഹാഷ്ടാഗ് അതിവേഗം ട്രെൻഡിംഗ് ആയി. ട്രംപ് മരിച്ചുവെന്നായിരുന്നു ആ ഹാഷ്ടാഗ്. ആഗസ്റ്റ് 27-ന് ട്രംപിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ JD വാൻസ് USA ടുഡേയ്ക്ക് നൽകിയ ഒരു അഭിമുഖത്തിലെ ചില പരാമർശങ്ങളാണ് ഈ അഭ്യൂഹങ്ങൾക്ക് പ്രധാന കാരണം. ട്രംപിന് എന്തെങ്കിലും ഭയാനകമായ ദുരന്തം സംഭവിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ താൻ തയ്യാറാണെന്ന് വാൻസ് പറഞ്ഞിരുന്നു. 79 വയസ്സുള്ള ട്രംപിന് മികച്ച ആരോഗ്യമുണ്ടെന്ന് വാൻസ് ഉറപ്പു നൽകിയെങ്കിലും അപ്രതീക്ഷിത സംഭവങ്ങൾ സംഭവിക്കില്ലെന്ന് തള്ളിക്കളയാനാവില്ലെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. ഒരു പ്രസിഡന്റിന്റെ അനാരോഗ്യം ഒരു രാഷ്ട്രീയ നേതാവ് പരസ്യമായി ചർച്ച ചെയ്യുന്നത് അപൂർവമാണ്. ഈ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. ഇത്തരം അഭ്യൂഹങ്ങൾ അതിവേഗം പടരാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. പ്രശസ്തമായ അമേരിക്കൻ കാർട്ടൂൺ പരമ്പരയായ ദി സിംപ്സൺസ്. ഈ കാർട്ടൂൺ പരമ്പര മുമ്പും അമേരിക്കയിലെ ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ മുൻകൂട്ടി പ്രവചിച്ചതായി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വിശ്വസിക്കപ്പെടുന്നുണ്ട്. ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതുമൊക്കെ ഈ പരമ്പരയിൽ മുൻപ് കാണിച്ചിട്ടുണ്ടെന്ന് ആളുകൾ വിശ്വസിക്കുന്നു. അതിനാൽ ദി സിംപ്സൺസിന്റെ സ്രഷ്ടാവായ മാറ്റ് ഗ്രോണിങ്ങിന്റെ പഴയ പ്രവചനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായി. ഇത് ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് അധിക വേഗത നൽകി. ഒരു കാർട്ടൂൺ പരമ്പര പോലും ഒരു രാഷ്ട്രീയ സംഭവത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഡിജിറ്റൽ യുഗത്തിന്റെ സവിശേഷതയാണ്. ട്രംപിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പുതിയതല്ല. 2024-ലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ പ്രായവും ആരോഗ്യവും വലിയ ചർച്ചാ വിഷയമാണ്. ഡൊണാൾഡ് ട്രംപിന് നിലവിൽ 79 വയസ്സുണ്ട്. എതിർ സ്ഥാനാർത്ഥിയായ ജോ ബൈഡനും ഏകദേശം ഇതേ പ്രായമാണ്. ഇരുവരുടെ പ്രായം കണക്കിലെടുത്ത് അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് സ്വാഭാവികമായും ആശങ്കകളുണ്ട്. മുൻപ് ട്രംപിന്റെ കാലിലെ നീർവീക്കത്തിന് കാരണം ക്രോണിക് വീനസ് ഇൻസഫിഷ്യൻസി എന്ന രോഗമാണെന്ന് വൈറ്റ് ഹൗസ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. അടുത്തിടെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപിന്റെ കയ്യിൽ ഒരു ചതവ് കണ്ടത് ഈ സംശയങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടി. ഈ ആരോഗ്യ പ്രശ്നങ്ങളും ആഗസ്റ്റ് 30, 31 തീയതികളിൽ ട്രംപിന്റെ പൊതുപരിപാടികളുടെ ഷെഡ്യൂളിലൊന്നും ഇല്ലാത്തതും ഈ അഭ്യൂഹങ്ങളെ ശക്തിപ്പെടുത്തി. ഓഗസ്റ്റ് 29-ന് ശേഷം ട്രംപിനെ പൊതു ഇടങ്ങളിൽ കണ്ടിട്ടില്ലെന്ന് വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഔട്ട്ലെറ്റ് ആയ റോൾ കോൾ റിപ്പോർട്ട് ചെയ്തതും ഈ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. ഈ കിംവദന്തികൾ അതിവേഗം പ്രചരിച്ചപ്പോൾ തന്നെ ട്രംപിന്റെ പ്രചാരണ സംഘവും വൈറ്റ് ഹൗസ് അധികൃതരും ഇതിനെ ശക്തമായി തള്ളിപ്പറഞ്ഞു. ഇത് അസംബന്ധവും രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗവുമാണ് എന്നവർ വ്യക്തമാക്കി. മാത്രമല്ല, ഈ കിംവദന്തികൾക്ക് മറുപടി എന്നോണം ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ വഴി സജീവമായി തന്നെ തുടരുന്നുണ്ട്. അദ്ദേഹം പുതിയ പോസ്റ്റുകൾ ഇടുകയും രാഷ്ട്രീയപരമായ നിലപാടുകൾ പങ്കുവെക്കുകയും ചെയ്തു. വാഷിംഗ്ടൺ ആസ്ഥാനമായുള്ള ഔട്ട്ലെറ്റായ റോൾ കോൾ ട്രംപിനെ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ പൊതു ഇടങ്ങളിൽ കണ്ടിട്ടില്ലെന്ന് റിപ്പോർട്ട് ചെയ്തത് ശരിയാണെങ്കിലും അതിന് കാരണം അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളല്ല. സാധാരണയായി തൊഴിലാളി ദിന വാരാന്ത്യത്തിൽ അദ്ദേഹം പൊതുപരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് പതിവാണ്. തന്റെ റിസോർട്ടിൽ സമയം ചെലവഴിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ പദ്ധതി. പിന്നീട് അത് റദ്ദാക്കി വൈറ്റ് ഹൗസിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് ട്രംപിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമല്ലെന്നും വ്യക്തിപരമായ തീരുമാനമാണെന്നും അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു. ട്രംപിന്റെ ഈ സംഭവം ഡിജിറ്റൽ യുഗത്തിൽ വ്യാജ വാർത്തകളും കിംവദന്തികളും എങ്ങനെ അതിവേഗം പടരുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഒരു ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആകുമ്പോൾ അത് പൊതുജനങ്ങളിൽ ആശങ്കയും സംശയവും വളർത്തുന്നു. വിവരങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഈ കാലഘട്ടത്തിൽ അതിന്റെ ആധികാരികത പരിശോധിക്കാനുള്ള ചുമതല ഉപയോക്താക്കൾക്കുണ്ട്. ഒരു ചെറിയ രാഷ്ട്രീയ പരാമർശമോ ഒരു കാർട്ടൂൺ പരമ്പരയിലെ പഴയ രംഗങ്ങളോ പോലും ഒരു വലിയ രാഷ്ട്രീയ കിംവദന്തിക്ക് വഴി തുറക്കുന്നുണ്ട്. ഇത് സമൂഹത്തിൽ അനാവശ്യമായ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നു. ട്രംപിന്റെ ഈ സംഭവം വ്യക്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്ഥാനവും സ്വാധീനവും എത്രത്തോളം ഉണ്ടെന്ന് തന്നെയാണ്. ഒരു പ്രസിഡന്റിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഓരോ ചെറിയ സൂചനയും ആഗോളതലത്തിൽ വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആരോഗ്യം പോലും അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ നിർണായക വിഷയമായി മാറുന്നു. ചുരുക്കത്തിൽ, ട്രംപിന്റെ ആരോഗ്യത്തെക്കുറിച്ച് വ്യാപകമായ അഭ്യൂഹങ്ങൾ പരന്നെങ്കിലും ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നിലവിൽ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ട്രംപിന്റെ മരണത്തെക്കുറിച്ചുള്ള വാർത്തകൾ തെറ്റാണ്. ഈ സംഭവം വ്യാജ വാർത്തകളുടെ വ്യാപനത്തെക്കുറിച്ചും സമൂഹ മാധ്യമങ്ങൾ രാഷ്ട്രീയ സംവാദങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നുവെന്നും ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഊഹാപോഹങ്ങളും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർവരമ്പ് എത്ര നേർത്തതാണെന്ന് ഇത് കാണിച്ചു തരുന്നുണ്ട്.